ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സ്ട്രക്ചറൽ കൺസർവേഷനും കെമിക്കൽ പ്രിസർവേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ട്രക്ചറൽ കൺസർവേഷൻ ആൻഡ് കെമിക്കൽ പ്രിസർവേഷൻ. അപ്പൊ എന്താണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. എന്താ സ്ട്രക്ചറൽ കൺസർവേഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ പൈതൃക സ്മാരകങ്ങൾ, നമ്മൾ ഇങ്ങനെ ഒരു ഹെറിറ്റേജ് സൈറ്റുകൾ അതുപോലെ പുരാവസ്തുക്കളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 2 രീതികളാണ് ഉപയോഗിക്കുന്നത്, സ്ട്രക്ചറൽ കൺസർവേഷനും കെമിക്കൽ പ്രിസർവേഷനും. അപ്പൊ സ്ട്രക്ചറൽ കൺസർവേഷൻ എന്ന് പറയുന്നത് ഒരു സ്മാരകത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെയോ സ്ട്രക്ചർ അത് സുരക്ഷിതമായിട്ട് നിലനിർത്തുക, അതുപോലെ അതിൽ കേടുപാടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന സംരക്ഷണ നടപടികളാണ് സ്ട്രക്ചറൽ കൺസർവേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു കെട്ടിടത്തിന്റെ ഒരു ഫിസിക്കൽ ഫീച്ചർ ഉണ്ടായിരിക്കും അല്ലെ, അതിന്റെ ഒരു സ്ട്രക്ചർ, ഫിസിക്കൽ സ്ട്രക്ചർ അത് സുരക്ഷിതമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൽ വരുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയാണ് സ്ട്രക്ചറൽ കൺസർവേഷൻ എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തായിരിക്കും? ഒരു കെട്ടിടം തകരാതെ നിലനിർത്തുക അല്ലെ, അതിന്റെ പഴയ രൂപം, നിർമ്മാണ ശൈലി ഇതൊക്കെ സംരക്ഷിക്കുക, അതുപോലെ സ്മാരകത്തിന്റെ ശക്തിയും സ്ഥിരതയും വർദ്ധിപ്പിക്കുക. അപ്പൊ ഇതിനു വേണ്ടി ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും. പൊട്ടലുകളും വിള്ളലുകളൊക്കെ നന്നാക്കുക, തകർന്ന ചുമരുകൾ പുനർനിർമ്മിക്കുക, അതുപോലെ ദുർബലമായിട്ട് നിൽക്കുന്ന അടിത്തറകളൊക്കെ ശക്തിപ്പെടുത്തുക, അതുപോലെ അതിന്റെ മേൽക്കൂര, തൂണുകൾ ഇതൊക്കെ അറ്റകുറ്റപ്പണി നടത്തുക, തകർന്ന ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് സ്ട്രക്ചറൽ കൺസർവേഷൻ എന്ന് പറയാം. ആ ഒരു കെട്ടിടത്തിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തുക, അതിനാണ് സ്ട്രക്ചറൽ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ പ്രിസർവേഷൻ എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സയൻസ് ബ്രാഞ്ചാണ് കെമിക്കൽ പ്രിസർവേഷന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ സ്മാരകങ്ങള്, ശില്പങ്ങള്, ചിത്രങ്ങള്, അതുപോലെ തന്നെ ഖനനത്തിലൂടെ ലഭിച്ചിട്ടുള്ള വസ്തുക്കള് ഇതൊക്കെ രാസവസ്തുക്കളുടെ സഹായത്തോടു കൂടി നശിക്കാതെ സംരക്ഷിക്കുക. ഒരുപാട് കാലം മുമ്പത്തെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, അതൊക്കെ എന്ത് സംഭവിക്കും? പൂപ്പലുകളോ അല്ലെങ്കിൽ ഈർപ്പൊക്കെ നിന്നിട്ട് കേടുപാടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ രാസവസ്തുക്കളുടെ സഹായത്തോടു കൂടി ഇത്തരം വസ്തുക്കൾ നശിക്കാതെ സംരക്ഷിക്കുന്ന രീതിയാണ് കെമിക്കൽ പ്രിസർവേഷൻ എന്ന് പറയുക. അപ്പൊ ഇതുകൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? വസ്തുക്കളുടെ തനിമ നിലനിർത്തുക, അതുപോലെ ഈർപ്പം, പൂപ്പല്, കറ, മലിനീകരണം ഇതിൽ നിന്നൊക്കെ ഒരു വസ്തുക്കളെ സംരക്ഷിക്കുക, കൂടുതൽ കാലം കേടുപാടുകൾ വരാതെ സൂക്ഷിക്കുക. അതിനുവേണ്ടി ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ കല്ലുകളിൽ നിന്ന് കറകളും അതുപോലെ ആ ഒരു മലിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുക, ലോഹവസ്തുക്കളിൽ തുരുമ്പ് തടയുക, അതുപോലെ പഴയ ചിത്രങ്ങളും ശില്പങ്ങളൊക്കെ രാസപരമായിട്ട് സംരക്ഷിക്കുക, ഫംഗസ്, പൂപ്പല് ഇതിനെയൊക്കെ നശിപ്പിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പഴയ വസ്തുക്കളുടെ തനിമ നഷ്ടപ്പെടാതെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മ്യൂസിയങ്ങളിൽ പുരാതന നാണയങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ആയുധങ്ങള്, വിഗ്രഹങ്ങള്, അപ്പൊ ഇതൊക്കെ തുരുമ്പ് പിടിക്കാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാസ സംരക്ഷണം, അതായത് കെമിക്കൽ പ്രിസർവേഷൻ ആണ് നടത്തുന്നത്. ഇപ്പൊ സ്ട്രക്ചറൽ കൺസർവേഷനും കെമിക്കൽ പ്രിസർവേഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്? സ്ട്രക്ചറൽ കൺസർവേഷൻ എന്ന് പറയുന്നത് കെട്ടിടത്തിന്റെ സ്ട്രക്ചർ ആണ് സംരക്ഷിക്കുന്നത്. കെമിക്കൽ പ്രിസർവേഷൻ എന്ന് പറയുന്നത് വസ്തുക്കളുടെ ഉപരിതലം, അതുപോലെ അതിന്റെ ആ ഒരു തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നു. അതുപോലെ സ്ട്രക്ചറൽ കൺസർവേഷന് അറ്റകുറ്റപ്പണികളാണ് നടത്തുന്നത് അല്ലെ. ഇനി കെമിക്കൽ പ്രിസർവേഷൻ ആണെങ്കിലോ അവിടെ അത് സംരക്ഷിക്കാൻ വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. സ്ട്രക്ചറൽ കൺസർവേഷനിൽ ചുമര്, മേൽക്കൂര, തൂണ് ഇതൊക്കെയാണ് നന്നാക്കുന്നത്. കെമിക്കൽ പ്രിസർവേഷനിലാണെങ്കിലോ ആ വസ്തുക്കളിൽ നിന്ന് കറ, ഫംഗസ്, തുരുമ്പ് ഇതൊക്കെ നീക്കം ചെയ്യുന്നു. സ്ട്രക്ചറൽ കൺസർവേഷനിൽ സ്മാരകത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു, കെട്ടിടത്തിന്റെ ആ ഒരു ഭൗതിക രൂപം അതുപോലെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുമ്പോൾ കെമിക്കൽ പ്രിസർവേഷനിൽ ആ ഒരു സ്മാരകത്തിന്റെ ആയുസ് കൂടുതൽ കാലം അതിന് ആ ഒരു രീതിയിൽ തന്നെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. ആ ഒരു മോണ്യുമെന്റിന്റെ യഥാർത്ഥ ഭംഗിയും രൂപവും നിലനിർത്താനാണ് കെമിക്കൽ പ്രിസർവേഷൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇതാണ് സ്ട്രക്ചറൽ കൺസർവേഷനും കെമിക്കൽ പ്രിസർവേഷനും, അത് തമ്മിലുള്ള ഡിഫറൻസസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ റോൾ ഓഫ്
UNESCO in safeguarding global heritage and the process of identifying World Heritage Site. അപ്പോൾ ആഗോള പൈതൃകം സംരക്ഷിക്കുന്നതിൽ യുനെസ്കോയുടെ പങ്ക് എന്താണ്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ എങ്ങനെയാണ് യുനെസ്കോ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ചരിത്രപരമായിട്ട് അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടൊക്കെ മൂല്യമുള്ള സ്ഥലങ്ങളെ കണ്ടെത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് യുനെസ്കോ ആണ് അല്ലെ. എന്താണ് യുനെസ്കോയുടെ ഫുൾ ഫോം എന്നുള്ളത് അറിയോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ എന്താണ് യുനെസ്കോയുടെ ഫുൾ ഫോം എന്നുള്ളത്? ജസ്റ്റ് കമന്റ് ചെയ്യൂ കേട്ടോ. എന്താണ് യുനെസ്കോയുടെ ഫുൾ ഫോം? യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതാണ് യുനെസ്കോ എന്ന് പറയുന്നത്. യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര, സാംസ്കാരിക, പ്രകൃതിദത്ത പൈതൃകങ്ങൾ അതിനെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഭാവി തലമുറകൾക്ക് കൈമാറുക. ഇതാണ് യുനെസ്കോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനുഷ്യരാശിക്ക് അസാധാരണമായിട്ട് മൂല്യമുള്ള സ്ഥലങ്ങളെ സംരക്ഷിക്കുന്നതിൽ യുനെസ്കോ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ആഗോള പൈതൃകം സംരക്ഷിക്കുന്നതിൽ യുനെസ്കോയുടെ പങ്ക് എന്താണ്? യുനെസ്കോ എന്ത് ചെയ്യാറുണ്ട്? ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും പ്രകൃതിപരമായിട്ടൊക്കെ വളരെ മൂല്യമുള്ള സ്ഥലങ്ങളെ കണ്ടെത്തുന്നു, അതിനെ ഹെറിറ്റേജ് സൈറ്റുകളായിട്ട് അംഗീകരിക്കാറുണ്ട് അല്ലെ. ഇതിനെ എന്ത് ചെയ്യാറുണ്ട്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളായിട്ടാണ് യുനെസ്കോ പ്രഖ്യാപിക്കാറുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താജ്മഹൽ, അതുപോലെ തന്നെ കാസിരംഗ നാഷണൽ പാർക്ക്, ഇതൊക്കെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടതാണ്. അപ്പോൾ യുനെസ്കോ എന്ത് ചെയ്തിട്ടുണ്ട്? 1972 ഒരു അന്താരാഷ്ട്ര കൺവെൻഷൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. 1972 ഒരു കൺവെൻഷൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കരാറിലൂടെ ലോകത്തിലെ പ്രധാനപ്പെട്ട പൈതൃക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി യുനെസ്കോയിലെ അംഗരാജ്യങ്ങള് പ്രതിജ്ഞാബദ്ധരായിട്ടുണ്ട്. അപ്പൊ മനുഷ്യനിർമ്മിത സ്മാരകങ്ങള് അതുപോലെ തന്നെ പ്രകൃതിദത്ത പൈതൃകങ്ങളെയൊക്കെ ഇത്തരത്തിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട്? പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി യുനെസ്കോ ധനസഹായം കൊടുക്കാറുണ്ട്. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെയും സ്മാരകങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേക പദ്ധതികളും നടപ്പിലാക്കാറുണ്ട്. കൂടാതെ ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ ആ ഒരു പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികളും യുനെസ്കോ ചെയ്യാറുണ്ട്. അതുപോലെ യുദ്ധം, പ്രകൃതിക്ഷോഭം, മലിനീകരണം, അങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ അപകടാവസ്ഥയിലുള്ള ഈ ഒരു പൈതൃക കേന്ദ്രങ്ങളെ പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തി തന്നെ സംരക്ഷണ നടപടികളും യുനെസ്കോ സ്വീകരിക്കാറുണ്ട്. അപ്പൊ യുനെസ്കോ ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളെ ചെയ്യാറുണ്ട്. അപ്പൊ ആഗോള പൈതൃകം സംരക്ഷിക്കാൻ വേണ്ടി യുനെസ്കോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോക പൈതൃകങ്ങളെ തിരിച്ചറിയുന്നു, അതുപോലെ തന്നെ സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള സഹായം അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്, അപകടാവസ്ഥയിലുള്ള ഇത്തരം പൈതൃക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു സൈറ്റിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്? ആദ്യം ഒരു രാജ്യത്തിന് തങ്ങളുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ യുനെസ്കോക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാം. അങ്ങനെ ആ സ്ഥലത്തിന്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു റിപ്പോർട്ട് അവര് സമർപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യും? യുനെസ്കോയുടെ വിദഗ്ധ സംഘടനകൾ ആ സ്ഥലം പരിശോധിക്കും. എന്നിട്ട് ആ സ്ഥലത്തിന് അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നവർ വിലയിരുത്തും. അങ്ങനെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി 21 അംഗരാജ്യങ്ങളുടെ പ്രതിനിധികൾ അടങ്ങുന്ന വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഈ ഒരു അന്തിമ തീരുമാനത്തിലൂടെയാണ് ഒരു സൈറ്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അവര് എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഈ ഒരു സ്ഥലത്ത് ഉണ്ടോ എന്നവര് പരിശോധിക്കും. എന്നിട്ട് അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു സ്ഥലത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അവിടെ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം അതിന്റെ സംരക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ യുനെസ്കോ ആ സ്ഥലത്തിന്റെ സംരക്ഷണ നില വിലയിരുത്തും.
എന്നിട്ട് ആവശ്യമാണെങ്കിൽ അതിന് മുന്നറിയിപ്പുകൾ കൊടുക്കും, സംരക്ഷിക്കാനുള്ള സഹായങ്ങൾ കൊടുക്കും. സംരക്ഷണം ശരിയായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പട്ടികയിൽ നിന്ന് ആ സൈറ്റിനെ നീക്കം ചെയ്യാനും യുനെസ്കോക്ക് കഴിയും. അപ്പൊ ഇങ്ങനെയാണ് യുനെസ്കോ എന്ത് ചെയ്യുന്നത്, ഒരു സൈറ്റിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി 21 അംഗരാജ്യങ്ങളുടെ ആ ഒരു അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള കമ്മിറ്റിയാണ് അതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ വാട്ട് എ ട്രാവലോഗ് ഈസ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ആസ് എ പ്രൈമറി സോഴ്സ് ഫോർ ഹിസ്റ്റോറിക്കൽ റീകൺസ്ട്രക്ഷൻ. അപ്പൊ എന്താണ് ട്രാവലോഗ് എന്ന് പറയുന്നത്? ചരിത്രം പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രൈമറി സോഴ്സ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഒരു ട്രാവലോഗ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡിസ്കസ് ചെയ്യണം അല്ലെ. ഒരു ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ? ഒരു ട്രാവലോഗ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ട്രാവലോഗിലൂടെ അവർ പറയുന്നത് അല്ലേ. അത് ചിലപ്പോൾ സ്പോക്കൺ ഫോം ആവാം, അല്ലെങ്കിൽ റിട്ടൺ അക്കൗണ്ട് ആയിരിക്കാം. ആ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഈ ഒരു ട്രാവലോഗിലൂടെ അവർ കൊണ്ടുവരുന്നത്. ഒരു വ്യക്തി വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ കണ്ട കാര്യങ്ങൾ, അവിടെ കേട്ട കാര്യങ്ങൾ, അവിടെ നിന്ന് അനുഭവിച്ച കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന വിവരണത്തെയാണ് ട്രാവലോഗ്, അതായത് സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത്. ഇത് പുസ്തകമായിട്ടോ അല്ലെങ്കിൽ യാത്രാ വിവരണമായിട്ടൊക്കെ എഴുതപ്പെടാം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ട്രാവലോഗിന് ഒരു എക്സാമ്പിൾ കമന്റ് ചെയ്യൂ. എന്താണ് നമുക്ക് ട്രാവലോഗിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും? ഈ ഒരു വിദേശ സഞ്ചാരികളായിട്ടുള്ള ഒരുപാട് വിദേശ സഞ്ചാരികൾ ഇത്തരത്തിൽ ട്രാവലോഗ് എഴുതിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ മാർക്കോ പോളോ, അതുപോലെ തന്നെ ഇബ്നു ബത്തൂത്ത, ഹുയാങ് സാങ്, ഇവരൊക്കെ ഇന്ത്യയെക്കുറിച്ച് വളരെ വിലപ്പെട്ട വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചരിത്ര പഠനത്തിന് വളരെയധികം വിലമതിക്കുന്നതാണ്. അപ്പൊ ചരിത്രം പുനർനിർമ്മിക്കുന്നതിൽ ഈ ട്രാവലോഗുകൾ എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രാഥമിക ഉറവിടമാണ് എന്നുള്ളതാണ്. ഈ ഒരു ട്രാവലോഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നേരിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. സഞ്ചാരികൾ തങ്ങൾ എന്താണോ നേരിട്ട് കണ്ടിട്ടുള്ളത് ആ കാര്യങ്ങളാണ് കൂടുതലായിട്ട് രേഖപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ അന്നത്തെ സമൂഹത്തെക്കുറിച്ച് വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അന്നത്തെ നഗരങ്ങൾ, ഗ്രാമങ്ങൾ, ജനങ്ങളുടെ ജീവിത രീതി, കൃഷി, വ്യാപാരം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിതം അറിയാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ രാജാക്കന്മാരെ കുറിച്ച്, യുദ്ധങ്ങളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഔദ്യോഗിക രേഖകളിൽ നിന്ന് കിട്ടും. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ ട്രാവലോഗിലൂടെയാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അവരുടെ ഭക്ഷണ രീതി, അവരുടെ വസ്ത്രധാരണം, വീടുകളുടെ രൂപം, സാമൂഹിക ആചാരങ്ങൾ, ഇതൊക്കെ ഈ ഒരു ട്രാവലോഗിലൂടെയാണ് കണ്ടെത്താൻ പറ്റുന്നത്. അതുപോലെ ഒരു പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് ചരിത്രത്തിലെ ഒരു പ്രാഥമിക ഉറവിടമാണ്. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ മതവും സംസ്കാരവും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു പ്രദേശത്തെ വ്യാപാരം, മാർക്കറ്റ്, നാണയം, കൃഷി, ഇതിനെക്കുറിച്ചൊക്കെ സഞ്ചാരികൾ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ജനങ്ങളുടെ മതവിശ്വാസങ്ങൾ, ആരാധനാ രീതികൾ, ഉത്സവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വിലപ്പെട്ട വിവരങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ പ്രാദേശിക രേഖകളില്ലാത്ത പല വിവരങ്ങളും ഇതിലൂടെ ലഭിക്കും. അപ്പോൾ ചിലപ്പോൾ നാട്ടിലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്താത്ത പല കാര്യങ്ങളും വിദേശ സഞ്ചാരികളുടെ ഇത്തരം ട്രാവലോഗിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ശിലാലിഖിതങ്ങൾ, നാണയങ്ങൾ, ഔദ്യോഗിക രേഖകൾ, ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഈ ഒരു ട്രാവലോഗ്സും കൂടെ വെച്ചിട്ട് നമുക്ക് ആ ഒരു വിവരങ്ങൾ എത്രത്തോളം സത്യസന്ധമാണ് എന്ന് ഉറപ്പാക്കാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ ട്രാവലോഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ യാത്രാനുഭവങ്ങളുടെ രേഖ മാത്രമല്ല, അത് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിൻ്റെ സാമൂഹിക ജീവിതം, സാമ്പത്തിക ജീവിതം, സാംസ്കാരിക ജീവിതമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഉറവിടം കൂടിയാണ്. അപ്പോൾ ഇതാണ് ട്രാവലോഗ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു ചരിത്രത്തിലെ ഒരു പ്രാഥമിക ഉറവിടമാണ്. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം മനസ്സിലാക്കാൻ അത് സഹായിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ അവിടുത്തെ മതം, സംസ്കാരം, സമ്പദ് വ്യവസ്ഥ, ഇതൊക്കെ മനസ്സിലാക്കാൻ അത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രേസ് ദ എവല്യൂഷൻ ഓഫ് ട്രാവലോഗ്സ് ഇൻ മലയാളം ലിറ്ററേച്ചർ ആൻഡ് ഹൈലൈറ്റ് കീ വർക്ക്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ജോൺ. അപ്പോൾ അവിടെ ഈ ഒരു മലയാളം ലിറ്ററേച്ചറിൻ്റെ ആ ഒരു എവല്യൂഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മലയാളം സാഹിത്യത്തിലെ സഞ്ചാര സാഹിത്യത്തിൻ്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു, ഈ വിഭാഗത്തിന് സംഭാവന നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം. അപ്പം അതിൽ മലയാള സാഹിത്യത്തിന് ഈ ഒരു ട്രാവലോഗ്സിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, മലയാള സാഹിത്യത്തിലെ ട്രാവലോഗ്സിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് വളരെ വലിയൊരു പാരമ്പര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് നടത്തിയിട്ടുള്ള യാത്രയുടെ അനുഭവങ്ങൾ, അവിടുത്തെ ജനജീവിതം, സംസ്കാരം, പ്രകൃതി, ചരിത്രം, ഇതിനൊക്കെ വിവരിക്കുന്ന സാഹിത്യ രൂപമാണ് ട്രാവലോഗ്സ്, അതായത് ആ ഒരു സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു മലയാളി വായനക്കാർക്ക് ഈ സഞ്ചാര സാഹിത്യം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് പാറമേക്കൽ തോമാ കത്തനാർ എഴുതിയിട്ടുള്ള വർത്തമാന പുസ്തകം എന്ന് പറയുന്ന കൃതിയിലൂടെയാണ്. മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതിയായിട്ട് പൊതുവെ കണക്കാക്കപ്പെടുന്നത് പാറമേക്കൽ തോമാ കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം എന്ന് പറയുന്ന കൃതിയാണ്. 18-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ കൃതി കേരളത്തിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു യാത്രാ വിവരണം മാത്രമല്ല, അന്നത്തെ സമൂഹം, സംസ്കാരം, രാഷ്ട്രീയം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിലപ്പെട്ട വിവരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി എന്ത് ചെയ്തു, മലയാളത്തില് ആദ്യത്തെ അച്ചടിച്ച യാത്രാ വിവരണം എന്ന് പറയുന്നത് ഏതാണ്? അത് ഊസ്ലം യാത്രാ വിവരണമാണ്. ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ്, അതായത് പരുമല തിരുമേനിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഊസ്ലേം യാത്രാ വിവരണം. ഇതാണ് മലയാളത്തിൽ ആദ്യത്തെ അച്ചടിച്ച യാത്രാ വിവരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൃതി വിശുദ്ധ നാടുകളിലേക്കുള്ള യാത്രയെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. അപ്പോൾ യാത്രാ അനുഭവങ്ങളോടൊപ്പം തന്നെ മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള വിവരണങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മലയാളത്തിൽ വീണ്ടും പലതരത്തിലുള്ള സഞ്ചാര സാഹിത്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൽ മലയാളത്തിൽ ഈ ഒരു സഞ്ചാര സാഹിത്യം കൂടുതൽ ജനപ്രിയമായി മാറുകയുണ്ടായി. അതിൽ എസ്.കെ. പൊറ്റക്കാടിൻ്റെ സംഭാവന നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എസ്.കെ. പൊറ്റക്കാട് മലയാള സഞ്ചാര സാഹിത്യത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലെ ജനജീവിതം, സംസ്കാരം, ചരിത്രം, പ്രകൃതി ഭംഗി, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിനാൽ തന്നെ അദ്ദേഹത്തെ മലയാള സഞ്ചാര സാഹിത്യത്തിൻ്റെ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇനി ഈ ഒരു മലയാളത്തിലെ സഞ്ചാര സാഹിത്യം എഴുതിയിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരാരൊക്കെയാണ്? K.M. പണിക്കർ, MP വീരേന്ദ്രകുമാർ പോലുള്ള പ്രമുഖ എഴുത്തുകാരിലൂടെ മലയാള സഞ്ചാര സാഹിത്യം ആഗോള തലത്തിലുള്ള സംസ്കാരങ്ങളെയും കാഴ്ചപ്പാടുകളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിപുലമായിട്ടുള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മലയാളത്തിലെ സഞ്ചാര സാഹിത്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യം ഈ ഒരു പാറമേക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം, ഇതാണ് ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതിയായിട്ട് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പിന്നീട് അച്ചടിച്ച യാത്രാ വിവരണങ്ങളുടെ കാലഘട്ടത്തിൽ ഊസ്ലേം യാത്രാ വിവരണം ഗീവർഗീസ് മാർ ഗ്രിഗോറിയസിൻ്റെതാണിത്. ഇത് ഇനി 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ മലയാള സഞ്ചാര സാഹിത്യം നോക്കുകയാണെങ്കിൽ എസ്.കെ. പൊറ്റക്കാട്, അതുപോലെ തന്നെ K.M. പണിക്കർ, MP വീരേന്ദ്രകുമാർ പോലുള്ള ഒരുപാട് എഴുത്തുകാരിലൂടെ മലയാള സഞ്ചാര സാഹിത്യം അത്രത്തോളം ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു ട്രാവലോഗ് assist historians in the periodization of history and understanding the socio-political background of a region. അപ്പോൾ പെരിയോഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിയോഡൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചരിത്രത്തെ കാലഘട്ടങ്ങളായിട്ട് വിഭജിക്കുന്നതാണ്. നമുക്ക് ചരിത്രം എന്ന് പറയുന്നത് ഒരുപാട് വാസ്റ്റായിട്ട് കിടക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ പഠിച്ചെടുക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചരിത്രകാരന്മാർ എന്ത് ചെയ്യും? ചരിത്രത്തെ പല കാലഘട്ടങ്ങളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൻ്റെ കാലഘട്ട വിഭജനത്തിൽ ഈ ഒരു ട്രാവലോഗ്സ് എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കുന്നതിൽ എങ്ങനെ ഇത് ചരിത്രകാരന്മാരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രാവലോഗ്സ് ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സാണ്. കാരണം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഞ്ചാരികൾ അവരെന്താണ് കണ്ടത്, അവർ എന്താണ് അനുഭവിച്ചത്, ആ കാര്യങ്ങളാണ് ഈ ട്രാവലോഗ്സിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ സമൂഹത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ചിത്രമാണ് ട്രാവലോഗ്സിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ
സഞ്ചാര സാഹിത്യത്തിലെ ഒരു പ്രത്യേക കാലത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചാര സാഹിത്യത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിലെ ഭരണ സംവിധാനം, അവിടുത്തെ സാമൂഹിക ജീവിതം, സാമ്പത്തിക സ്ഥിതി, മതവിശ്വാസങ്ങൾ, സംസ്കാരം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർക്ക് കാലഘട്ടങ്ങളെ വ്യക്തമായിട്ട് അറിയാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൽ ബിറൂണി രചിച്ചിട്ടുള്ള തെഹ്‌ഖീഖ് ഹിന്ദ് എന്ന് പറയുന്ന കൃതി, അത് ആ ഒരു മിഡീവൽ ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച്, മത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിലപ്പെട്ട വിവരങ്ങളാണ് നൽകുന്നത്. അതിനാൽ തന്നെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാരെ കുറിച്ച്, ആ രാജാക്കന്മാരുടെ കാലഘട്ടം എത്രത്തോളം ആയിരുന്നു, അവരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ട്രാവലോഗ്സ് അവിടെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഞ്ചാരികളെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിത രീതി, കുടുംബ വ്യവസ്ഥ, ജാതി വ്യവസ്ഥ, ആ ഒരു സൊസൈറ്റിയിൽ സ്ത്രീകളുടെ സ്ഥാനം, വിദ്യാഭ്യാസം, ഇതിനെക്കുറിച്ചൊക്കെ ഇതിൽ നിന്ന് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ ഒരു സഞ്ചാര സാഹിത്യത്തിൽ പലപ്പോഴും ഭരണാധികാരികളെക്കുറിച്ച്, അവരുടെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രാജാക്കന്മാരുടെ ഭരണം, അവിടുത്തെ സൈനിക ശക്തി, അതുപോലെ രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ സഞ്ചാരികൾ പലപ്പോഴും കൃഷി, വ്യാപാരം, മാർക്കറ്റുകൾ, തുറമുഖങ്ങൾ, ഇതൊക്കെ രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ ഇതിലൂടെ അന്നത്തെ സാമ്പത്തിക വികസനം എത്രത്തോളം ഉണ്ടായിരുന്നു, ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് അത് ചരിത്രത്തെ പീരിയോഡൈസേഷൻ ചെയ്യാനും, അതുപോലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ സാമൂഹികപരമായിട്ടുള്ള പ്രത്യേകതകൾ, രാഷ്ട്രീയപരമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ, സാമ്പത്തിക പശ്ചാത്തലങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ട്രാവലോഗ്സ്. ട്രാവലോഗ്സ് എങ്ങനെയാണ് പീരിയോഡൈസേഷന് സഹായിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കാൻ അത് ചരിത്രകാരന്മാരെ ഏത് രീതിയിലാണ് സഹായിച്ചിട്ടുണ്ടായിരുന്നത് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ദ റോൾ ഓഫ് ട്രാവലോഗ്സ് ഇൻ ഡോക്യുമെന്റിംഗ് ദ ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ ആൻഡ് ബൗണ്ടറീസ് ഓഫ് ഹിസ്റ്റോറിക്കൽ എംപയർ. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള സാമ്രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വളർച്ച, അതുപോലെ അതിൻ്റെ അതിർത്തികളൊക്കെ രേഖപ്പെടുത്തുന്നതിൽ സഞ്ചാര സാഹിത്യത്തിനുള്ള പങ്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രാവലോഗ്സിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ട്രാവലോഗ്സിൽ സഞ്ചാരികൾ അവർ തങ്ങൾ സന്ദർശിച്ച പ്രദേശങ്ങൾ, നഗരങ്ങൾ, നദികൾ, മലനിരകൾ, തുറമുഖങ്ങൾ, ഇതൊക്കെ അവരവിടെ രേഖപ്പെടുത്തി വെക്കൂലേ. അപ്പോൾ ഒരു സാമ്രാജ്യം എവിടെ വരെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അതിർത്തികൾ ഏതൊക്കെയായിരുന്നു, അതിൻ്റെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് ചരിത്രകാരന്മാരെ സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹുയാങ്സാങ്, അദ്ദേഹം ഇന്ത്യയിലെ വിവിധ രാജ്യങ്ങളെക്കുറിച്ച്, നഗരങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ അന്നത്തെ രാജ്യങ്ങളുടെ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയാസ് ഏതുവരെ ആയിരുന്നു, അവരുടെ അതിർത്തികൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സാമ്രാജ്യത്തിന്റെ വളർച്ച മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഒരു സാമ്രാജ്യം പുതിയ പ്രദേശങ്ങൾ കീഴടക്കി കൂടുതൽ മേഖലകളിലേക്ക് വികസിക്കുമ്പോൾ അതൊക്കെ സഞ്ചാരികളെ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. അതിനാൽ തന്നെ ആ ഒരു സാമ്രാജ്യം എങ്ങനെയാണ് ചെറിയ ഒരു സാമ്രാജ്യത്തിൽ നിന്ന് വലിയൊരു ഭൂപ്രദേശമായി മാറിയിട്ടുള്ളത് എന്ന് ചരിത്രകാരന്മാർക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ട്രാവലോഗ്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ പഴയ കാലത്ത് ഇന്നത്തെ പോലെ മാപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. ഇന്ന് നമുക്ക് എന്ത് സുഖമാണ്, നമുക്ക് എവിടെ പോകണം എന്നുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുക, മാപ്പ്, നമ്മൾ ഫോണിൽ നമ്മൾ മാപ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ പഴയ കാലത്ത് ഇന്നത്തെ പോലെ കൃത്യമായിട്ടുള്ള ഭൂപടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഈ ഒരു സഞ്ചാരികൾ അവർ സന്ദർശിച്ച സ്ഥലങ്ങളും മറ്റൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രകാരന്മാർ സാമ്രാജ്യങ്ങളുടെ ഭൂപടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ യാത്രാമാർഗങ്ങൾ, നദികൾ, മലകൾ, കടൽ തീരങ്ങൾ, നഗരങ്ങൾ, ഇതൊക്കെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചരിത്രകാരന്മാർ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട നഗരങ്ങളെക്കുറിച്ച്, വ്യാപാര കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇതിലൂടെ സാമ്രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സഞ്ചാരികൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട കാടുകൾ, നദികൾ, മലനിരകൾ, അവിടുത്തെ സസ്യജന്തുജാലങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഈ ഒരു അവർ രേഖപ്പെടുത്താറുണ്ട്.
സഞ്ചാരികൾ രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ ഇതിലൂടെ ഒരു സാമ്രാജ്യത്തിന്റെ റിസോഴ്സ് എത്രത്തോളമാണ്, അവിടെ എന്തൊക്കെ റിസോഴ്സുകളാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് ചരിത്രകാരന്മാരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രാവലോഗ്സ് എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് ഈ ഒരു സാമ്രാജ്യങ്ങളുടെ എക്സ്പാൻഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു, ഇതിന്റെ ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു, അതുപോലെ ഹിസ്റ്റോറിക്കൽ എംപയേഴ്സിന്റെ ബൗണ്ടറീസ് ഏതൊക്കെ രീതിയിലായിരുന്നു, ആ ബൗണ്ടറീസ് എങ്ങനെയാണ് പിന്നീട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഞ്ചാരികൾ എന്ത് ചെയ്യും, അവർ സന്ദർശിച്ച സ്ഥലങ്ങൾ, അവർ സന്ദർശിച്ച ആ ഒരു പ്രദേശങ്ങൾ, അവർ കണ്ട കാഴ്ചകൾ, ഇതൊക്കെ അവർ രേഖപ്പെടുത്തി വെക്കും. അപ്പൊ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചരിത്രകാരന്മാർ ഈ ഒരു കാര്യങ്ങളൊക്കെ റീകൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ചരിത്രകാരന്മാരെ ഈ ഒരു രീതിയിൽ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു ട്രാവലോഗ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്രിട്ടിക്കലി അനലൈസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് യൂസിങ് ട്രാവലോഗ്സ് ആസ് ഓതന്റിക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഒരു ഓതന്റിക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്നുള്ള രീതിയിൽ ഈ ട്രാവലോഗുകൾ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ട്രാവലോഗ്സിനെ നമുക്ക് എപ്പോഴും ഒരു ഓതന്റിക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ, അതിനെന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിനെന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്? ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. അത് നേരിട്ടുള്ള വിവരണങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സഞ്ചാരികൾ തങ്ങൾ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ജനങ്ങളുടെ ജീവിത രീതി, ആചാരങ്ങൾ, മതവിശ്വാസങ്ങൾ, ഭരണ സംവിധാനം, ഇതിനെക്കുറിച്ചൊക്കെ വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ സാധാരണ ജനങ്ങളുടെ ജീവിതം അറിയാൻ ഇത് സഹായിക്കുന്നുണ്ട് അല്ലെ. ഔദ്യോഗിക രേഖകളിൽ സാധാരണയായിട്ട് രാജാക്കന്മാരെ കുറിച്ചും യുദ്ധങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു ട്രാവലോഗ്സിൽ നിന്ന് കർഷകര്, തൊഴിലാളികള്, വ്യാപാരികള്, സ്ത്രീകള്, ഇവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള, സാംസ്കാരികപരമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. സഞ്ചാരികൾ പലപ്പോഴും ആ ഒരു സന്ദർശിച്ച സ്ഥലത്തെ ഭക്ഷണ രീതി, വസ്ത്രധാരണം, വിവാഹ രീതികൾ, ഉത്സവങ്ങൾ, കലാരൂപങ്ങൾ, ഇതൊക്കെ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ വിദേശ സഞ്ചാരികൾ പുറത്ത് നിന്ന് വന്നിട്ടാണ് ഒരു സമൂഹത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ കാര്യത്തെ നമുക്ക് ഡിഫറെന്റ് വ്യൂ പോയിന്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രാദേശിക ചരിത്രകാരന്മാർ നോക്കിക്കാണുന്ന രീതിയിലല്ല വിദേശ സഞ്ചാരികൾ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഒരേ കാര്യത്തെക്കുറിച്ചുള്ള ഡിഫറെൻറ്റ് വ്യൂ പോയിന്റുകൾ മനസ്സിലാക്കാൻ ഈ ഒരു സഞ്ചാര സാഹിത്യങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചരിത്ര നിർമ്മാണത്തിന് അത് സഹായിക്കുന്നുണ്ട്. സാമ്രാജ്യങ്ങളുടെ അതിർത്തികൾ, നഗരങ്ങൾ, വ്യാപാര പാതകൾ, ഇതിനെക്കുറിച്ചൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ചരിത്ര പുനർനിർമ്മാണത്തിന് ഈ ഒരു സഞ്ചാര സാഹിത്യങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സഞ്ചാര സാഹിത്യങ്ങൾക്ക്, ട്രാവലോഗ്സിന് ഒരുപാട് പരിമിതികളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നമുക്ക് നോക്കാം. സഞ്ചാര സാഹിത്യങ്ങൾ എപ്പോഴും പൂർണ്ണമായിട്ട് ശരിയാകണമെന്നില്ല. അത് സഞ്ചാരിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ സ്വന്തം സംസ്കാരത്തോടുള്ളൊരു മമതയോ നമുക്ക് ചിലപ്പോൾ അതിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓരോ സഞ്ചാരിക്കും സ്വന്തം മതവിശ്വാസങ്ങൾ, സ്വന്തം രാഷ്ട്രീയ ആശയങ്ങൾ, സ്വന്തം കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ വിവരണങ്ങൾ പലപ്പോഴും ഇതിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ വിവരണങ്ങളും പൂർണ്ണമായിട്ട് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ എല്ലാ വിദേശ സഞ്ചാരികളും അവര് ഒരു നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് അവിടുത്തെ പ്രാദേശിക ഭാഷ, അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചറൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും സാമൂഹിക രീതികളൊക്കെ തെറ്റായിട്ട് മനസ്സിലാക്കാനും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനൊക്കെ അവിടെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചില യാത്രക്കാര് തങ്ങളുടെ യാത്രകൾ കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടി സംഭവങ്ങളെ ചിലപ്പോൾ എന്ത് ചെയ്യും, എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും അല്ലെ, വലുതാക്കി കാണിക്കും. ഇപ്പൊ നമ്മളൊക്കെ എവിടേക്കെങ്കിലും ടൂറ് പോയി വരുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയില്ലേ, നമ്മൾ വളരെ എക്സാജറേറ്റ് ചെയ്ത് പല കാര്യങ്ങളും പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ ചില യാത്രക്കാർ തങ്ങളുടെ അനുഭവങ്ങൾ കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ആ ഒരു ട്രാവലോഗ്സിൽ പലതും എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഒരു സഞ്ചാരി ഒരു പ്രദേശത്ത് കുറച്ച് സമയം മാത്രമേ താമസിക്കുകയുള്ളൂ. അപ്പൊ അദ്ദേഹം കണ്ട എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് സത്യമാകണമെന്നില്ല. ഇനി അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം നൽകാനും
അയാൾക്ക് കഴിയണമെന്നില്ല. അപ്പൊ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമയത്തെ അവസ്ഥ മാത്രമാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് ആ വിവരങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെ ബാധകമാണ് നമുക്കവിടെ വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു സഞ്ചാര സാഹിത്യങ്ങൾ എന്താണ്, പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, വിമർശനാത്മകമായിട്ട് വിലയിരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രാവലോഗ്സിന് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ട്രാവലോഗ്സിന് ഒരുപാട് മെറിറ്റുകളുണ്ട്. എന്നാൽ അതേസമയം തന്നെ അതിന് ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം. വ്യക്തിപരമായിട്ടുള്ള പക്ഷപാതം, അതുപോലെ തന്നെ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എക്സാജറേഷൻസ് ഉണ്ടാകാം, വിവരങ്ങൾ അപൂർണമായിരിക്കാം. അതുപോലെ ഒരു പ്രത്യേക കാലഘട്ടത്തെ മാത്രമാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് ഉറവിടങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ട്രാവലോഗ്സിലെ വിവരങ്ങൾ മാത്രം ആശ്രയിച്ച് ഒരിക്കലും ചരിത്രകാരന് ചരിത്രം എഴുതാൻ പറ്റില്ല. മറ്റുള്ള വിവരങ്ങൾ അതിനെ ക്രിറ്റിക്കലായിട്ട് വിലയിരുത്തിക്കൊണ്ട് മറ്റുള്ള വിവരങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ചരിത്രകാരന്മാരെ ചരിത്രം രചിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമൈൻ ഇബ്നു ബത്തൂത്താസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് അണ്ടർ മുഹമ്മദ് ബിൻ തുഗ്ലക്. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്തെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് ഇബ്നു ബത്തൂത്തയുടെ വിവരണങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇബ്നു ബത്തൂത്ത അദ്ദേഹം ഒരു മൊറോക്കൻ ട്രാവലർ ആയിരുന്നു അല്ലെ. അദ്ദേഹം ഇന്ത്യയിൽ എന്നാ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1333 CE-യിലാണ് അദ്ദേഹം ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരുന്നു അന്നത്തെ ഡൽഹിയിലെ ആ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, തൻ്റെ ആ ഒരു കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് അദ്ദേഹം തൻ്റെ ആ ഒരു കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ അഭിപ്രായത്തിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു ചക്രവർത്തി ആയിരുന്നു. അദ്ദേഹം വളരെ ഉദാരമതിയായിരുന്നു. എന്നാൽ ചില സമയത്ത് അദ്ദേഹം വളരെ ക്രൂരനായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തൻ്റെ കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സുൽത്താനെ ഒരു ഉദാരതയും ക്രൂരതയും ഒരുമിച്ചിട്ടുള്ള ഭരണാധികാരിയായിട്ടാണ് ഇബ്നു ബത്തൂത്ത അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി അവിടുത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഭരണകാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുൽത്താന്റെ അധികാരം ആ ഒരു അധികാരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നതായിട്ട് ഇബ്നു ബത്തൂത്ത തന്റെ കൃതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ തന്റെ കിതാബുൽ റഹ്ല എന്ന് പറയുന്ന കൃതിയിലാണ് ഈ ഒരു മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബ്നു ബത്തൂത്ത എഴുതിയിട്ടുള്ളത്. അപ്പോൾ സുൽത്താനെ ഉദാരമതിയും ക്രൂരനുമായിട്ടുള്ള ഒരാളായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തമായിട്ടൊരു കേന്ദ്ര ഭരണത്തെക്കുറിച്ച്, അതുപോലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കീഴിൽ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്കുള്ള തലസ്ഥാന മാറ്റത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം തൻ്റെ കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അന്നത്തെ കാലഘട്ടത്തിലുള്ള സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അന്നത്തെ കാലത്തെ ജനങ്ങളുടെ ജീവിത രീതി, അവരുടെ ഭക്ഷണ രീതികൾ, സാമൂഹിക വൈവിധ്യം, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം തൻ്റെ കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വ്യാപാരം വളരെയധികം വികസിച്ചിട്ടുണ്ടായിരുന്നു. കടൽ വ്യാപാരത്തിലൂടെ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിലൂടെയൊക്കെ ആ ഒരു സമയത്ത് വ്യാപാരം കൂടുതലായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് പോലുള്ള തുറമുഖങ്ങൾ അന്തർദേശീയ വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു എന്നൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആ കാലഘട്ടത്തിൽ കാര്യക്ഷമമായിട്ടുള്ള തപാൽ സംവിധാനം ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇബ്നു ബത്തൂത്തയുടെ രേഖകളിലൂടെ ആ കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണരീതിയെക്കുറിച്ച്, ജനങ്ങളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച്, അന്നത്തെ കാലഘട്ടത്തിലെ ഭക്ഷണ രീതികൾ, വ്യാപാര വികസനം, തപാൽ സംവിധാനം, തുറമുഖ നഗരങ്ങളുടെ പ്രാധാന്യം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കൃതി മിഡീവൽ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര ഉറവിടങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് റിലീജിയസ് ടൂറിസം ഇൻ ഇന്ത്യ, highlighting its contemporary importance and how it differs from traditional pilgrimage. അപ്പോൾ എന്താണ് റിലീജിയസ് ടൂറിസം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടംപററി ഇമ്പോർട്ടൻസ് എന്താണ്,
ട്രഡീഷണൽ പിൽഗ്രിമേജിൽ നിന്ന് ഇതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആകുന്നത്? അപ്പോൾ എന്താണ് ഇന്ത്യയിലെ റിലീജിയസ് ടൂറിസം, അതിൻ്റെ കണ്ടംപററി ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെയാണ് ട്രഡീഷണൽ പിൽഗ്രിമേജിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണ്? ഇന്ത്യ ഒരു സെക്യുലർ നാഷൻ ആണ് എന്നുള്ളതാണ് അല്ലേ. ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട് അല്ലേ. ഇന്ത്യയിൽ വിവിധ മതങ്ങളുണ്ട്, വിവിധ സംസ്കാരങ്ങളുണ്ട്. ഹിന്ദുമതം, ഇസ്ലാം, ക്രിസ്തുമതം, സിഖ് മതം, ബുദ്ധമതം, ജൈനമതം തുടങ്ങിയിട്ടുള്ള നിരവധി മതങ്ങളുടെ ആ ഒരു കേന്ദ്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നടത്തുന്ന യാത്രകളെയാണ് എന്ത് പറയുന്നത്? റിലീജിയസ് ടൂറിസം എന്ന് പറയുന്നത്. ഈ ഒരു വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നടത്തുന്ന യാത്രയാണ് റിലീജിയസ് ടൂറിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശബരിമല, തിരുപ്പതി ടെമ്പിൾ, അജ്മീർ ഷെരീഫ്, അതുപോലെ തന്നെ വേളാങ്കണ്ണി, ഇവിടേക്കൊക്കെ നടത്തുന്ന യാത്രകളാണ് റിലീജിയസ് ടൂറിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ട്രഡീഷണൽ പിൽഗ്രിമേജ് ടൂറിസം എന്ന് പറയുന്നത്? പരമ്പരാഗത തീർത്ഥാടന യാത്ര, അതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ് റിലീജിയസ് ടൂറിസവും ട്രഡീഷണൽ പിൽഗ്രിമേജും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ട്രഡീഷണൽ പിൽഗ്രിമേജ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള തീർത്ഥാടനങ്ങളാണ്. തീർത്ഥാടനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മതപരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നടത്തുന്ന യാത്രകളാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നേടുക, പാപമോചനം നേടുക, ആത്മീയ സമാധാനം കണ്ടെത്തുക, അതുപോലെ മതപരമായുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുക, ഇതൊക്കെയാണ് ഈ ഒരു ട്രഡീഷണൽ പിൽഗ്രിമേജ് കൊണ്ട് അർത്ഥമാക്കുന്നത്, അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശബരിമലയിലേക്ക്, കാശി, രാമേശ്വരം, ഇവിടേക്കൊക്കെ നടത്തുന്ന യാത്രകൾ ഭക്തിയുടെ ഭാഗമായിട്ടാണ് ആദ്യകാലത്ത് നടത്തിയിട്ടുണ്ടായിരുന്നല്ലേ. എന്നാൽ ഇന്ന് മതപരമായിട്ടുള്ള യാത്രകൾ എന്ന് പറയുന്നത് ഈ ഒരു ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ട്, അതിനോടൊപ്പം തന്നെ വിനോദം, വിശ്രമം, അതുപോലെ തന്നെ ഒരു സാംസ്കാരികപരമായിട്ടുള്ള അനുഭവം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ആദ്യ സമയത്ത് ട്രഡീഷണൽ പീരീഡിലെ പിൽഗ്രിമേജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഭക്തിയുടെ ഭാഗമായിട്ട് മാത്രമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ യാത്രകളാണ് ട്രഡീഷണൽ പിൽഗ്രിമേജ്. എന്നാൽ ഇന്ന് മതപരമായിട്ടുള്ള യാത്രകൾ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളോടൊപ്പം തന്നെ വിനോദം, വിശ്രമം, സാംസ്കാരിക അനുഭവം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ ആരാധനയും വിനോദസഞ്ചാരവും ഒരുമിച്ച് നടക്കുന്നുണ്ട്, കുടുംബസമേതം യാത്ര ചെയ്യുന്നുണ്ട്, അതുപോലെ അവിടുത്തെ ചരിത്രം, കലാ, വാസ്തുവിദ്യ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ സഹായിക്കുന്നുണ്ട്, പ്രാദേശിക സംസ്കാരവും ഭക്ഷണ രീതികളും പരിചയപ്പെടുന്നുണ്ട്, അതുപോലെ അവിടുത്തെ ആധുനിക ഗതാഗതം, താമസ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ട്രഡീഷണൽ പിൽഗ്രിമേജിൽ നിന്ന് ഈ ഒരു റിലീജിയസ് ടൂറിസത്തിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ കണ്ടംപററി ഇമ്പോർട്ടൻസ് എന്താണ്? ഇന്ന് ഇത്തരത്തിൽ ഒരുപാട് റിലീജിയസ് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ട് അല്ലെ. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഗതാഗതം തുടങ്ങിയിട്ടുള്ള മേഖലക്കൊക്കെ ഈ റിലീജിയസ് ടൂറിസം അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ പ്രാദേശിക വ്യാപാരികളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനത്തെ റിലീജിയസ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നുണ്ട്. ഇപ്പോൾ റോഡുകൾ, റെയിൽവേ, അതുപോലെ വിമാനത്താവളങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ വികസിക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു സാംസ്കാരിക സംരക്ഷണവും അവിടെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് സന്ദർശിക്കാൻ വരുമ്പോൾ ക്ഷേത്രങ്ങളും പള്ളികളും ദർഗകളും ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടും. അവിടുത്തെ പാരമ്പര്യ കലകളും ആചാരങ്ങളും ഒക്കെ അവിടെ നിലനിർത്തപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിലൂടെ സാംസ്കാരിക സംരക്ഷണം നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലങ്ങളുടെ ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, ഇതൊക്കെ അതിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് റിലീജിയസ് ടൂറിസത്തിന്റെ ഈ ഒരു കണ്ടംപററി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ആ ഒരു സഹായം നൽകുന്നുണ്ട്, കൂടാതെ സാംസ്കാരിക സംരക്ഷണത്തിന്, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ഒരു പരിസ്ഥിതി സംരക്ഷണ ബോധം ഉണ്ടാക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. അപ്പോൾ പരമ്പരാഗത തീർത്ഥാടനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആത്മീയതയാണ് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. മതവിശ്വാസമാണ് മുഖ്യ പ്രേരണ എന്ന് പറയുന്നത്. വ്യക്തിഗതമായിട്ട് അല്ലെങ്കിൽ ചെറിയ സംഘങ്ങളായിട്ടാണ് യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ ലളിതമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങളാണ് അവരിതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആരാധനയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ
മോഡേൺ റിലീജിയസ് ടൂറിസം എന്ന് പറയുന്നത് ആത്മീയതയോടൊപ്പം തന്നെ വിനോദവും കൂടിച്ചേർന്ന ഒരു പ്രക്രിയയാണ്. മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള വിനോദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങൾ, വലിയ ടൂറിസ്റ്റ് സംഘങ്ങളായിട്ടൊക്കെയാണ് യാത്രകൾ തിരിക്കുന്നത്. ആധുനിക ഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആരാധനയോടൊപ്പം തന്നെ പഠനം, വിനോദം, ഫോട്ടോഗ്രാഫി പോലുള്ള കാര്യങ്ങൾ മോഡേൺ റിലീജിയസ് ടൂറിസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കസ് ദ യുണീക്ക് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഫിലോസഫി ബിഹൈൻഡ് ശാന്തി നികേതൻ ആൻഡ് വർധ. അപ്പൊ ശാന്തി നികേതന്റെയും വാർധയുടെയും പിന്നിൽ സവിശേഷമായിട്ടുള്ള സാംസ്കാരിക വിദ്യാഭ്യാസ തത്വശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ശാന്തി നികേതൻ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ശാന്തി നികേതൻ എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലെ. 1901 ശാന്തി നികേതൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വാർധയാണെങ്കിലോ, വാർധ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ആ ഒരു സേവാഗ്രാം ആശ്രം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാർധ അതവിടെ ഫേമസ് ആയിട്ടുള്ളത് അല്ലെ. ഈ ഒരു സേവാഗ്രാം ആശ്രം എന്ന് പറയുന്നത് എന്താണ്, മഹാത്മാഗാന്ധി 1936 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വില്ലേജ് ഓഫ് സർവീസ് എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശാന്തി നികേതൻ 1901 രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ചിട്ടുള്ള ഒരു കേന്ദ്രമായിരുന്നു. ഗുരുകുല രീതിയിലൂടെയാണ് ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇത് ആ ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ശാന്തി നികേതനിൽ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി വാർധയാണെങ്കിൽ 1936 മഹാത്മാഗാന്ധി സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമം വാർധയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, സേവനത്തിന്റെ ഗ്രാമം. സേവാഗ്രാം എന്നതിന്റെ അർത്ഥം എന്താണ്, സേവനത്തിന്റെ ഗ്രാമം എന്നുള്ളതായിരുന്നു. അപ്പോൾ പ്രാദേശിക വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ച് ആശ്രമം നിർമ്മിക്കണമെന്ന് ഗാന്ധിജിക്ക് അവിടെ നിർബന്ധമുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ആയിട്ടൊക്കെയുള്ള ഒരു മുന്നേറ്റങ്ങളുടെ കേന്ദ്രമായിട്ട് ഇത് രണ്ടും അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ശാന്തി നികേതൻ 1901 രവീന്ദ്രനാഥ് ടാഗോർ ആണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വാർധ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് വാർധ. അത് മഹാത്മാഗാന്ധി 1936 സേവാഗ്രാം ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെയാണ് ഇത് ഫേമസ് ആയി മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം എന്താണ്, ശാന്തി നികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്, വാർധ സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. ശാന്തി നികേതൻ ആണെങ്കിൽ പ്രകൃതിയോടൊപ്പമുള്ള വിദ്യാഭ്യാസമാണ്. വാർധയില് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശാന്തി നികേതനിലെ കല, സാഹിത്യം, സംസ്കാരം ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ വാർധയിലെ സേവാഗ്രാമിലെ കൈത്തൊഴില്, കൃഷി, സേവനം ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ശാന്തി നികേതൻ ലോക സാഹോദര്യം, മാനവികത ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു, അതിന് ലക്ഷ്യം വെച്ചു. വാർധയാണെങ്കിലോ സ്വയം പര്യാപ്തത, ഗ്രാമവികസനം ഇതൊക്കെയാണ് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ഹൗ ഡെസ്റ്റിനേഷൻസ് ലൈക്ക് അജ്മീർ ഷെരീഫ് ആൻഡ് വേളാങ്കണ്ണി ചർച്ച് എംബോഡി റിലീജിയസ് ഹാർമണി ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. അജ്മീർ ഷെരീഫും വേളാങ്കണ്ണി പള്ളിയും ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തെയും സാംസ്കാരിക വൈവിധ്യത്തെയും എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത്? അപ്പോൾ ഇത് രണ്ടും എന്താണ്, മതസൗഹാർദ്ദത്തിൻ്റെയും സാംസ്കാരികപരമായിട്ടുള്ള ആ ഒരു വൈവിധ്യത്തിൻ്റെയൊക്കെ ഒരു പ്രതീകങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത് അല്ലെ. അജ്മീർ ഷെരീഫ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ദർഗയാണ്. ഇത് സൂഫി പാരമ്പര്യത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു സഹിഷ്ണുത, സ്നേഹം ഇതിനെയൊക്കെ വിളിച്ചോതുന്ന ഒരു കേന്ദ്രമായിട്ടാണ് നിലനിൽക്കുന്നത്. രാജസ്ഥാനിലെ അജ്മീറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, സിഖുകാർ തുടങ്ങിയിട്ടുള്ള വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹവും സമാധാനവും ഒക്കെ തേടിയിട്ടാണ് ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നത്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സേവിക്കുക എന്ന സൂഫി സന്ദേശം ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്താണ്, വിവിധ ഭാഷകളും സംസ്കാരങ്ങളിലും ഒക്കെയുള്ള ആളുകൾ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. അവരിവിടെ ഒത്തുചേരുന്നുണ്ട്. അതുപോലെ തന്നെ സൂഫി സംഗീതം, ഉത്സവങ്ങള്, മതപരമായിട്ടുള്ള ചടങ്ങുകൾ, അതൊക്കെ ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള സമ്പന്നതയാണ് അവിടെ പ്രകടമാക്കുന്നത്. ഇനി വേളാങ്കണ്ണി പള്ളിയാണെങ്കിൽ
തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലാണ് പ്രശസ്തമായിട്ടുള്ള ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കിന്റെ ലൂർദ് എന്നാണ് വേളാങ്കണ്ണി പള്ളി അറിയപ്പെടുന്നത് അല്ലെ. കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ആ ഒരു പള്ളി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേളാങ്കണ്ണി പള്ളിയാണ്. കിഴക്കിന്റെ ലൂർദ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശം, ഈ ഒരു വേളാങ്കണ്ണി എങ്ങനെയാണ് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ട് മാറുന്നത്? ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടെ എല്ലാ മതസ്ഥരും ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. രോഗശാന്തിക്ക് വേണ്ടി, അനുഗ്രഹത്തിനൊക്കെ വേണ്ടി ആളുകൾ ഉള്ളുരുക്കി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ മതവിശ്വാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, യാതൊരു തരത്തിലുള്ള മതവ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. വിവിധ ഭാഷകളും സംസ്കാരങ്ങളും ഒരുമിക്കുന്ന കേന്ദ്രമായിട്ട് ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു അജ്മീർ ഷെരീഫും വേളാങ്കണ്ണിയും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളാകാനുള്ള കാരണം എന്താണ്? അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരാധനാ കേന്ദ്രങ്ങളാണ് എന്നുള്ളതാണ്. അവിടെ മതം, ജാതി, ഭാഷ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ല. അതുപോലെ തന്നെ ദേശീയ ഐക്യം അവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള ആളുകൾ പരസ്പരം പരിചയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് കേന്ദ്രങ്ങളും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് elaborate on the urban layout of Hampi and the cultural exchange reflected in its Indo-Saracenic architecture. അപ്പൊ ഹംപിയുടെ ആ ഒരു അർബൻ ലേ ഔട്ട്, അതുപോലെ തന്നെ അതിലെ ആ ഒരു ഇൻഡോ സാർസനിക് വാസ്തുവിദ്യയിൽ പ്രതിഫലിപ്പിക്കുന്ന സാംസ്കാരിക വിനിമയം എങ്ങനെയാണ്? അപ്പൊ എങ്ങനെയാണ് ഹംപി എന്ന് പറയുന്നത് എവിടെയാണ് നിലകൊള്ളുന്നത്? ഹംപിയുടെ ആ ഒരു ലേ ഔട്ട് എങ്ങനെയാണ്? അപ്പൊ അതിന്റെ ആ ഒരു ഇൻഡോ സാർസനിക് ആർക്കിടെക്ചർ കൾച്ചറൽ എക്സ്ചേഞ്ചിനെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഹംപി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫോർട്ടിഫൈഡ് ക്യാപിറ്റൽ ഓഫ് വിജയനഗര എംപയർ ആണ് അല്ലെ. ഹംപി ആ ഒരു വിജയനഗര എംപയറിന്റെ ഫോർട്ടിഫൈഡ് ക്യാപിറ്റൽ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഹംപി വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്നു എന്ന് നമ്മളവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ നഗരത്തെ 4 പ്രധാന മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് പവിത്രമായിട്ടുള്ളൊരു കേന്ദ്രം ഉണ്ടല്ലേ, അതുപോലെ തന്നെ ഒരു നഗര കേന്ദ്രമുണ്ട്, അതുപോലെ രാജകീയ കേന്ദ്രമുണ്ട്, സബർബൻ കേന്ദ്രമുണ്ട്. ഇങ്ങനെ 4 പ്രധാന മേഖലകളായിട്ട് ആ ഒരു ഹംപി എന്ത് ചെയ്തിട്ടുണ്ട്? മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഹംപി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര നഗരങ്ങളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. വിജയനഗര എംപയറിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി. 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമായിട്ട് തന്നെ ഹംപി അവിടെ വളർന്നു വന്നിട്ടുണ്ട്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഹംപിയുടെ അർബൻ ലേ ഔട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്തിട്ട് നഗരത്തെ 4 പ്രധാന മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു സാക്രഡ് സെന്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു അർബൻ കോർ ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ഒരു റോയൽ സെന്റർ ഉണ്ട്, അതുപോലെ ഒരു സബ് അർബൻ സെന്റർ ഉണ്ട്. അതിൽ സാക്രഡ് സെന്റർ എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. ഇതിൽ വിരൂപാക്ഷ ക്ഷേത്രം, വിത്തല ക്ഷേത്രം പോലുള്ള പ്രധാന ക്ഷേത്രങ്ങൾ ഈ ഒരു സാക്രഡ് സെന്ററിലാണ് നിലകൊള്ളുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ആരാധനകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അർബൻ കോർ എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. വ്യാപാര പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെയായിരുന്നു. ചന്തകൾ, താമസ സ്ഥലങ്ങൾ, വിവിധ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ജൈനര്, മുസ്ലിങ്ങള്, മറ്റ് സമൂഹങ്ങള് അവർക്കൊക്കെ ഇവിടെ സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ നഗരത്തിന്റെ ആ ഒരു വൈവിധ്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ റോയൽ സെന്റർ ഉണ്ട്. ഇതെന്താണ്? രാജാവിന്റെയും ഭരണകൂടത്തിന്റെയും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇവിടെ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സഭാ മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു, സൈനിക കേന്ദ്രങ്ങള്, അതുപോലെ ജലസംഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി കൂടാതെ സബർബൻ സെന്റർ ഉണ്ട്. നഗരത്തിന്റെ പുറം ഭാഗങ്ങളായിരുന്ന മേഖലകളാണ് സബ് അർബൻ സെന്റേഴ്സ്. ഇവിടങ്ങളിൽ കൃഷിയും സാധാരണ ജനങ്ങളുടെ താമസ സൗകര്യമൊക്കെയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഹംപിയിലെ ഇൻഡോ സാർസനിക് ആർക്കിടെക്ചർ എന്താണ്? ഹംപിയിലെ ചില കെട്ടിടങ്ങളിലെ ഈ ഒരു ഹിന്ദു ശൈലിയും ഇസ്ലാമിക് ശൈലിയും
കൂടിച്ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക വാസ്തുവിദ്യ ശൈലിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിനെയാണ് ഇൻഡോ സാസനിക് ഒരു ശൈലി എന്ന് പറയുന്നത്. ഹംപിയില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ഒരു ഹിന്ദു വാസ്തുവിദ്യ ശൈലിയും ഇസ്ലാമിക് ശൈലിയുടെയും ഒരു കോമ്പിനേഷൻ അല്ലെ, അത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക വാസ്തുവിദ്യ ശൈലി ആണ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇൻഡോ സാസനിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ശൈലി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിജയനഗര സാമ്രാജ്യവും ബാമിനി സുൽത്താനേറ്റും തമ്മിലുള്ള യുദ്ധങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വ്യാപാര ബന്ധങ്ങള്, സാംസ്കാരിക ഇടപെടലുകളിലൂടെയൊക്കെയാണ് ഇത്തരത്തിലൊരു സമന്വയം അവിടുത്തെ ആർക്കിടെക്ചറിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവിടെ ബാമിനി സുൽത്താനേറ്റുമായിട്ട് വിജയനഗര സാമ്രാജ്യത്തിന് നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, സാംസ്കാരിക ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ശില്പകല, അതുപോലെ തന്നെ ഇസ്ലാമിക കമാനങ്ങൾ, അതുപോലെ തന്നെ താഴികക്കുടങ്ങൾ, അലങ്കാര രീതികൾ, ഇതൊക്കെ പരസ്പരം സ്വാധീനിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഇൻഡോ സാർസനിക് ആർക്കിടെക്ചറിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലോട്ടസ് മഹൽ, താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാണിത്. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇസ്ലാമിക കമാനങ്ങള്, ഇന്ത്യൻ അലങ്കാര ശൈലി, ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ എലഫന്റ് സ്റ്റേബിൾ ഉണ്ട്. എലഫന്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത് രാജകീയ ആനകളെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്ന കെട്ടിടമാണ്. ഇതിന്റെ സവിശേഷതകൾ എന്താ? ഇതിനുമുണ്ട് താഴികക്കുടങ്ങൾ അല്ലെ, അതുപോലെ തന്നെ വളഞ്ഞ രീതിയിലുള്ള കമാനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിക സ്വാധീനം അവിടെ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒക്ടാങ്കണൽ ടവർ ഉണ്ട്. ഇന്ത്യൻ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ആ ഒരു കോമ്പിനേഷൻ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാന സ്മാരകമാണ് ഈ ഒരു ഒക്ടാങ്കണൽ ടവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആ ഒരു ഇൻഡോ സാർസനിക് ശൈലിയുടെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഹംപിയിലെ ഈ ഒരു ഇൻഡോ സാർസനിക് ആർക്കിടെക്ചർ വെച്ചിട്ടുള്ള ഒരു കെട്ടിടങ്ങള്, വിവിധ കൾച്ചറുകൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, അതുപോലെ അതിൻ്റെ ആ ഒരു ആശയവിനിമയം, സഹവർത്തിത്വം, ഇതിനെയൊക്കെ ഞാൻ മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഹംപി ഒരു മികച്ച നഗരാസൂത്രണത്തിന്റെ ഉദാഹരണമാണ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹംപിയിലെ ഇൻഡോ സാർസനിക് കെട്ടിടങ്ങള് ഇന്ത്യൻ ഇസ്ലാമിക് സംസ്കാരങ്ങളുടെ ആ ഒരു സമന്വയവും സാംസ്കാരിക കൈമാറ്റവും അവിടെ വ്യക്തമാക്കി തരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് trace the historical evolution of the ചേരമാൻ ജുമാ മസ്ജിദ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് യൂണിക് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ്. ചേരമാൻ ജുമാ മസ്ജിദിന്റെ ചരിത്രപരമായിട്ടുള്ള പരിണാമം പരിശോധിക്കുക, അതിന്റെ തനതായിട്ടുള്ള വാസ്തുവിദ്യ സവിശേഷതകൾ വിവരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചേരമാൻ ജുമാ മസ്ജിദിന്റെ യുണീക്ക് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ. അപ്പോൾ ഈ ഒരു ചേരമാൻ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിൽ CE 629 നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മസ്ജിദാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളിയായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് അറബ് വംശജനായിട്ടുള്ള മാലിക് ബിനു ദീനാർ ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ 1504 പോർച്ചുഗീസുകാരിത് നശിപ്പിച്ചെങ്കിലും പിന്നീട് ഇത് പുനർനിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ വാസ്തുവിദ്യയിലെ മക്കയുടെ ദിശ കാണിക്കുന്ന മിഹ്റാബ് ഉണ്ട്, അതുപോലെ പ്രസംഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിമ്പർ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എണ്ണയിട്ട തടികൾ കൊണ്ടുള്ള മേൽക്കൂരയും കേരളത്തിലെ തനതായിട്ടുള്ള വാസ്തുവിദ്യയെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ ഒരു നിർമ്മാണമൊക്കെ വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. അപ്പൊ ഇതാണ് ഈ ഒരു ചേരമാൻ ജുമാ മസ്ജിദിന്റെ ആ ഒരു യുണീക്ക് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ചേരമാൻ മസ്ജിദിന്റെ ആ ഒരു ചരിത്രപരമായിട്ടുള്ള പരിണാമം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ആ ഒരു 629 CE ചേരമാൻ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടു. അത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അറബ് വംശജനായിട്ടുള്ള മാലിക് ബിൻ ദീനാറാണ് ഇത് നിർമ്മിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1504 അത് പോർച്ചുഗീസുകാരെ നശിപ്പിച്ചെങ്കിലും പിന്നീട് അത് പുനർനിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ ഒരു വാസ്തുവിദ്യാ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മക്കയുടെ ദിശ കാണിക്കുന്ന രീതിയിലുള്ള മിഹ്റാബ് ഉണ്ട്, അതുപോലെ പ്രസംഗത്തിന് വേണ്ടിയിട്ട് മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മിമ്പർ ഉണ്ട്, അതുപോലെ എണ്ണയിട്ട തടികൾ കൊണ്ടുള്ള മേൽക്കൂരയും കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു വാസ്തുവിദ്യയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അതിന്റെ നിർമ്മാണമൊക്കെ അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ഹൗ ദ റിച്വൽസ് ആൻഡ് ഓഫറിംഗ്സ് അറ്റ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ടെമ്പിൾ
ചാലഞ്ച് ട്രഡീഷണൽ സോഷ്യൽ സിസ്റ്റംസ് ആൻഡ് പ്രൊമോട്ട് ഇൻക്ലൂസിവിറ്റി. ഇപ്പൊ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ആചാരങ്ങള്, അതുപോലെ തന്നെ വഴിപാടുകൾ, ഇതൊക്കെ എങ്ങനെയാണ് പരമ്പരാഗത സാമൂഹിക വ്യവസ്ഥകളെ വെല്ലുവിളിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ചിന്താഗതി അവിടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ടെമ്പിൾ അല്ലെ, അപ്പൊ ഇവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ വഴിപാടുകൾ, ഇതൊക്കെ എങ്ങനെ പരമ്പരാഗത സാമൂഹിക വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്നു, അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി അത് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ജാതിക്കും മതത്തിനും അതീതമായിട്ട് മുത്തപ്പനെ അവിടെ ഒരു ജീവിക്കുന്ന ദൈവമായിട്ട് കാണുന്ന മുത്തപ്പൻ തെയ്യത്തിനാണ് പറശ്ശിനിക്കടവ് വളരെയധികം പേര് കേട്ടതാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ആചാരങ്ങള് സാമൂഹിക അസമത്വത്തെ വിമർശിക്കുന്നുണ്ട്, നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ടെമ്പിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നായകളെ ദൈവത്തിന്റെ പവിത്രമായിട്ടുള്ള വാഹനമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ നായകളെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പവിത്രമായിട്ടുള്ള വാഹനമായിട്ട് അവിടെ കാണുന്നുണ്ട്. നായക്കൊരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്നുണ്ട്. മുത്തപ്പന്റെ വാഹനമായിട്ടാണ് നായയെ കണക്കാക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് നായകൾക്ക് ആദരവും സംരക്ഷണവും നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങളെയും ബഹുമാനിക്കണം എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള വഴിപാടുകളാണുള്ളത്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണാത്ത രീതിയിൽ മത്സ്യം, കള്ള്, ഇതൊക്കെ വഴിപാടായിട്ട് അവിടെ സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ആ ഒരു വസ്തുക്കളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ ദൈവം ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തതാണ് എന്നാണ് അവര് ഇതിലൂടെ തെളിയിക്കുന്നത്. അതുപോലെ ഇവിടെ എല്ലാവർക്കും പ്രവേശനവും പങ്കാളിത്തവും ഉണ്ട്. ജാതി, മതം, സാമ്പത്തിക സ്ഥിതി ഇതൊന്നും നോക്കാതെ എല്ലാവർക്കും ഇവിടെ പ്രവേശന അനുവാദമുണ്ട് എന്നുള്ളതാണ്. ഇത് ആ ഒരു സാമൂഹിക ഐക്യവും സാഹോദര്യവും വളർത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ജാതി വ്യവസ്ഥയെയും സാമൂഹിക അസമത്വങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ്. ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുന്നതിലൂടെ സമത്വത്തിന്, സാമൂഹിക നീതിക്ക് ഒക്കെ ഇതവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ടെമ്പിളിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആചാരങ്ങളും വഴിപാടുകളൊക്കെ പരമ്പരാഗത സാമൂഹിക വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്നുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ചിന്താഗതിയാണ് അതവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഭരണി ഫെസ്റ്റിവൽ ആൻഡ് ദ റോൾ ഓഫ് വെളിച്ചപ്പാട് അറ്റ് ദ കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിൾ. അപ്പൊ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവത്തിന്റെ പ്രാധാന്യം എന്താണ്, അവിടെ വെളിച്ചപ്പാടിനുള്ള പങ്ക് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ നടക്കുന്ന ഭരണി ഉത്സവം വളരെ പ്രധാനപ്പെട്ട ഒരു മത സാംസ്കാരിക ആഘോഷമാണ്. അപ്പൊ ഭരണി ഉത്സവത്തിന്റെ പ്രാധാന്യം എന്താണ്, ഭക്തിയുടെ പേരിലുള്ള വലിയ ആഘോഷമാണ് എന്നുള്ളതാണ്. എല്ലാ വർഷവും മീനമാസത്തിലെ ഭരണി നാളിലാണ് ഈ ഒരു ഉത്സവം നടക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ ഇതിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഭരണി ഉത്സവത്തിലെ കാവു തീണ്ടൽ എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. ഇത് ഏറെ പ്രസിദ്ധമാണ്. പഴയ കാലത്ത് താഴ്ന്ന ജാതിക്കാരായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്ന വിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ അനുവാദം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. പക്ഷെ ഈ ഒരു കാവു തീണ്ടൽ എന്ന് പറയുന്ന ആ ഒരു ആചാരത്തിലൂടെ ക്ഷേത്രാചാരങ്ങളിൽ പങ്കാളികളാകാൻ ഈ ഒരു താഴ്ന്ന ജാതിക്കാർക്കും കൂടെ അവസരം ലഭിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിലൂടെ എല്ലാവരും ദേവിയുടെ മുമ്പിൽ തുല്യരാണ് എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. അതുപോലെ ഭരണിപ്പാട്ടുകള്, ആചാരങ്ങള്, ചടങ്ങുകള്, ഇതൊക്കെ കേരളത്തിന്റെ തനത് സംസ്കാരത്തെ പാരമ്പര്യമായിട്ട് നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ ഈ ഒരു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ വെളിച്ചപ്പാടിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വെളിച്ചപ്പാടിന്റെ ഒരു പങ്ക് എന്താണ്, വെളിച്ചപ്പാടിനെ ദേവിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വിശ്വസിക്കുന്നത്. ദേവിയുടെ അനുഗ്രഹവും സന്ദേശവും ഭക്തരിലേക്ക് എത്തിക്കുന്ന ആളായിട്ട് വെളിച്ചപ്പാടിനെ ഇവിടെ കണക്കാക്കുന്നുണ്ട്. അതുപോലെ ഉത്സവത്തിന്റെ സമയത്ത് വെളിച്ചപ്പാട് ഒരു പ്രത്യേക വേഷം ധരിച്ച് ക്ഷേത്രത്തിന് ചുറ്റുമോടുകയും മണി മുഴക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ദേവിയോടുള്ള ഭക്തിയും സമർപ്പണവും ഒക്കെയാണ് അവിടെ പ്രതീകപ്പെടുത്തുന്നത്. അതുപോലെ ചടങ്ങുകൾക്കിടെ വെളിച്ചപ്പാട് ദേവിയുടെ ശക്തി തനിക്കുള്ളിൽ വന്നതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തർ അദ്ദേഹത്തെ ഏറെ ആദരവോടെയാണ്
ഇതിൽ നോക്കിക്കാണുന്നത്. അപ്പൊ വെളിച്ചപ്പാടിന്റെ ഈ ഒരു സാന്നിധ്യം ഭക്തരിൽ ആത്മവിശ്വാസവും ഒരു ആത്മീയമായിട്ടുള്ള ഉണർവും ഒക്കെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവം എന്ന് പറയുന്നത് ഭക്തി, സാമൂഹിക സമത്വം, അതുപോലെ തന്നെ ആ ഒരു സാംസ്കാരിക പാരമ്പര്യം ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടെ ഭരണി ഉത്സവം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ്. കാവുതീണ്ടൽ എന്ന് പറയുന്ന ആ ഒരു ആചാരത്തിലൂടെ സാമൂഹിക സമത്വത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. അതുപോലെ വെളിച്ചപ്പാട് ദേവിയുടെ പ്രതിനിധിയായിട്ട് ഭക്തരുടെ മാർഗനിർദ്ദേശിയായിട്ടൊക്കെയാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഈ ഒരു ഉത്സവം കേരളത്തിന്റെ മത സാംസ്കാരിക പാരമ്പര്യത്തെ അവിടെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്കസ് വൈ തുഞ്ചൻ പറമ്പ് ഈസ് കൺസിഡേർഡ് എ സൈറ്റ് ഓഫ് ഇമ്മൻസ് കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മലയാളം ലാംഗ്വേജ്. അപ്പോൾ മലയാള ഭാഷയുടെ സാംസ്കാരികവും ചരിത്രപരവുമായിട്ടുള്ള ആ ഒരു അടയാളം എന്ന രീതിയിൽ തുഞ്ചൻ പറമ്പിന്റെ ആ ഒരു പ്രാധാന്യം എന്താണ് തുഞ്ചൻ പറമ്പിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മസ്ഥലമായിട്ടുള്ള തിരൂരിലെ തുഞ്ചൻ പറമ്പ് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ കേന്ദ്രമാണ് അല്ലെ. അപ്പൊ ഈ ഒരു തുഞ്ചൻ പറമ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അവിടെ തുഞ്ചൻ പറമ്പിന്റെ പ്രാധാന്യം എന്താണ്? അപ്പൊ തുഞ്ചൻ പറമ്പിന്റെ പ്രാധാന്യം എന്താണ്? അത് എഴുത്തച്ഛന്റെ ജന്മസ്ഥലമാണ്, പ്രവർത്തന കേന്ദ്രമാണ്. തുഞ്ചൻ പറമ്പ് തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മസ്ഥലമായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ ആരാണ്? മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലെ സാഹിത്യ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാള സാഹിത്യത്തെ ഒരുപാട് ജനകീയമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലയാള ഭാഷയുടെ വികസനത്തിൽ അദ്ദേഹം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്ന അധ്യാത്മ രാമായണം, മഹാഭാരതം, കിളിപ്പാട്ട് പോലുള്ള കൃതികൾ മലയാള ഭാഷയുടെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ മലയാളം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഭാഷയ്ക്ക് ഒരു ഏകീകൃത രൂപം നൽകാൻ സഹായിച്ചത് തുഞ്ചത്തെഴുത്തച്ഛനായിരുന്നു. മലയാള സാഹിത്യത്തിന്റെ ഒരു അടിത്തറ അദ്ദേഹം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തുഞ്ചൻ പറമ്പ് വിദ്യാരംഭത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണ് നിലകൊള്ളുന്നത്. തുഞ്ചൻ പറമ്പ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിദ്യാരംഭ കേന്ദ്രമാണ്. ഓരോ വർഷവും വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ ആദ്യമായിട്ട് അക്ഷരം എഴുതാറുള്ളത്. വിദ്യാഭ്യാസ ജീവിതത്തിന് അവരിതിലൂടെ തുടക്കം കുറിക്കാറുള്ളത്. അപ്പൊ ഇത് അറിവിന്റെയും വിദ്യാഭ്യാസത്തിന്റെയൊക്കെ പ്രതീകമായിട്ട് തുഞ്ചൻ പറമ്പിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. കൂടാതെ തുഞ്ചൻ പറമ്പ് ഒരു സ്മാരകമായിട്ട് മാത്രമല്ല ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് കൂടെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഒരുപാട് സാഹിത്യ സമ്മേളനങ്ങള്, കവിയരങ്ങുകള്, സാംസ്കാരിക പരിപാടികള്, ഭാഷാ പഠന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഇനി തുഞ്ചൻ പറമ്പിലെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഒരു സാഹിത്യ മ്യൂസിയം ഉണ്ട്. മലയാള സാഹിത്യത്തിന്റെ ചരിത്രം, പ്രമുഖ എഴുത്തുകാരുടെ സംഭാവനകൾ അതൊക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ വിദ്യയുടെയും കലയുടെയും ദേവിയായിട്ടുള്ള സരസ്വതിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന മണ്ഡപമായിട്ടുള്ള സരസ്വതി മണ്ഡപവും ഇവിടെയുണ്ട്. അതുപോലെ എഴുത്തച്ഛൻ തന്റെ കൃതികൾ രചിച്ചിരുന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്ന ഒരു മരമുണ്ട്, ഒരു കാഞ്ഞീര മരവും അവിടെ നിലകൊള്ളുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സന്ദർശകർക്ക് ഒരു ചരിത്രപരമായിട്ടുള്ള അനുഭവം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു തുഞ്ചൻ പറമ്പ് മലയാളികളുടെ ഒരു സാംസ്കാരിക ഐഡന്റിറ്റി തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചരിത്ര സ്ഥലം മാത്രമല്ല, മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ഒക്കെ ജീവനുള്ള ഒരു സ്മാരകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ sacred geography and discuss its significance in fostering religious unity and cultural identity within a nation. അപ്പൊ എന്താണ് സാക്രഡ് ജോഗ്രഫി എന്നുള്ളത് അവിടെ നിർവചിക്കണം. ഒരു രാജ്യത്തിനുള്ളിൽ മതസൗഹാർദ്ദം അതുപോലെ സാംസ്കാരികപരമായിട്ടുള്ള വ്യക്തിത്വമൊക്കെ വളർത്തുന്നതിൽ ഈ സാക്രഡ് ജോഗ്രഫി എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്, എന്ത് ഇമ്പോർട്ടൻസ് ആണ് അത് നൽകുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് സാക്രഡ് ജോഗ്രഫി എന്ന് പറയുന്നത്? സാക്രഡ് ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ആണല്ലേ. അതിന് ഒരു ഹ്യൂമൻ ഇന്ററാക്ഷൻസിലൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള, ഒരു സ്പിരിച്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ആ ഒരു മേഖലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാക്രഡ് ജോഗ്രഫി എന്ന് പറയാം. ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു മതത്തിനോ പ്രത്യേകമായിട്ട്
ആത്മീയപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളെയാണ് സാക്രഡ് ജോഗ്രഫി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ക്ഷേത്രങ്ങള്, പള്ളികള്, ദർഗകള്, തീർത്ഥാടന കേന്ദ്രങ്ങള്, വിശുദ്ധ നദികള്, മലകള്, ഇതൊക്കെ സാക്രഡ് ജോഗ്രഫിയിൽ പെടും. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും ഈ സാക്രഡ് ജോഗ്രഫി എന്ന് പറയുന്നത് തന്നെയല്ലേ റിലീജിയസ് ടൂറിസം എന്നുള്ളത്. അപ്പൊ റിലീജിയസ് ടൂറിസവും സാക്രഡ് ജോഗ്രഫിയും തമ്മിൽ ബന്ധമുണ്ട്. റിലീജിയസ് ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മതപരമായിട്ട് ആത്മീയപരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നടത്തുന്ന യാത്രകളാണ്. സാക്രഡ് ജോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, അത്തരം സ്ഥലങ്ങളാണ് സാക്രഡ് ജോഗ്രഫി എന്ന് പറയുക. ഒരു സമൂഹത്തിനോ മതത്തിനോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മതപരമായിട്ടുള്ള ആത്മീയപരമായിട്ടൊക്കെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് സാക്രഡ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഇനി റിലീജിയസ് ടൂറിസത്തിൽ നമ്മൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഈ ഒരു സാക്രഡ് ജോഗ്രഫി ആയിട്ട് വരുന്നത്. പക്ഷേ സാക്രഡ് ജോഗ്രഫിയിൽ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ദർഗകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ മാത്രമല്ല ഉൾപ്പെടുന്നത്. മലകൾ, അതുപോലെ തന്നെ വിശുദ്ധ നദികൾ, അതൊക്കെ സാക്രഡ് ജോഗ്രഫിയിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് സാക്രഡ് ജോഗ്രഫിയുടെ ഫീച്ചേഴ്സ്? ഈ ഒരു സ്ഥലങ്ങൾ ഭക്തരുടെ വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ഒക്കെ കേന്ദ്രങ്ങളാണ് അല്ലെ. ജനങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമാധാനം, ഒരു ആത്മീയ സംതൃപ്തി, ഇതൊക്കെയാണ് ഈ ഒരു സാക്രഡ് ജോഗ്രഫി പുണ്യ സ്ഥലങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ പല വിശുദ്ധ സ്ഥലങ്ങളും രാജ്യത്തിന്റെ ചരിത്രത്തോടും പാരമ്പര്യത്തോടും ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഇത് ആ ഒരു സമൂഹത്തിന്റെ കൾച്ചർ അവിടെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേ സ്ഥലത്ത് എത്തിച്ചേരുന്നുണ്ട്. ഇത് പരസ്പരം ഒരു ഐക്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു സഹകരണ ബോധം ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാക്രഡ് ജോഗ്രഫി പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, മതസൗഹാർദ്ദം വളർത്താറുണ്ട്. എങ്ങനെയാണ് മതസൗഹാർദ്ദം വളർത്താറുള്ളത്? വ്യത്യസ്ത മതവിഭാഗങ്ങളെ ഇത് ഒന്നിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. ചില വിശുദ്ധ കേന്ദ്രങ്ങള് എല്ലാ മതവിഭാഗങ്ങളിലുള്ള ആളുകളെയും ആകർഷിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അജ്മീർ ദർഗ, അതുപോലെ വേളാങ്കണ്ണി ചർച്ച്, ഇവിടെ എല്ലാ മതവിഭാഗത്തിൽ നിന്നുള്ള ആളുകളും വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ അതവിടെ ഒന്നിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് മതങ്ങളുടെയും ആചാരങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. മതഭേദമില്ലാതെ ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു സാഹോദര്യ ബോധം വളർത്താനും സാക്രഡ് ജോഗ്രഫി സഹായിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സാക്രഡ് ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സാക്രഡ് ജോഗ്രഫി എന്ന് പറയുന്നത് വെറും മതസ്ഥലങ്ങളെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, ഒരു രാജ്യത്തിന്റെ സംസ്കാരം, ചരിത്രം, ദേശീയ ഐക്യം, ഇതിനൊക്കെ ഇത് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വിശുദ്ധ കേന്ദ്രങ്ങൾ, ഇത്തരം വിശുദ്ധ കേന്ദ്രങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മതസൗഹാർദ്ദം വളർത്തുന്നുണ്ട്, ജനങ്ങളിൽ ഒരു സാംസ്കാരിക വ്യക്തിത്വം കൊണ്ടുവരാൻ, ഒരു ദേശീയ അഭിമാനം ഉണ്ടാക്കി തീർക്കാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ആയിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ വാസ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് എന്നാണ്, 1861 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നെക്സ്റ്റ്, ഹൂ റോട്ട് ദ ഫസ്റ്റ് ട്രാവലോഗ് ഇൻ മലയാളം എന്നുള്ളതാണ്. ആരാണ് മലയാളത്തിലെ ആദ്യത്തെ ട്രാവലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ കമന്റ് വേഗം എന്ത് ചെയ്യുക, ആൻസർ കമന്റ് ആയിട്ട് എഴുതുക. ആരാണ് മലയാളത്തിലെ ആ ഒരു ഫസ്റ്റ് ട്രാവലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നത്? ഹൂ റോട്ട് ദ ഫസ്റ്റ് ട്രാവലോഗ് ഇൻ മലയാളം? ജസ്റ്റ് കമന്റ് ആയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ടൈപ്പ് ചെയ്യൂ കേട്ടോ.
ഹു റോട്ട് ദ ഫസ്റ്റ് ട്രാവലോഗ് ഇൻ മലയാളം? ആരാണ് മലയാളത്തിലെ ഫസ്റ്റ് ട്രാവലോഗ് രചിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഈ ഒരു ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെ ആയിരുന്നു ആരാണ് മലയാളത്തിലെ ഫസ്റ്റ് ട്രാവലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, പാറമേക്കൽ തോമകത്തനാർ, അദ്ദേഹമാണ് മലയാളത്തിലെ ഫസ്റ്റ് ട്രാവലോഗ് രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വാട്ട് ഡസ് ദ നെയിം അമൃതസർ മീൻ? അമൃതസർ എന്ന് പറയുന്ന ആ ഒരു പേരിന്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ്. എന്താണ് അമൃതസർ എന്ന് പറയുന്ന നെയിമിന്റെ മീനിങ് എന്ന് പറയുന്നത്? അമൃതസർ എന്ന് പറയുന്ന ആ ഒരു നെയിമിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, പൂൾ ഓഫ് നെക്ടർ എന്നുള്ളതാണ് അമൃതസർ എന്നതിന്റെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ചർച്ച് ഈസ് നോൺ ആസ് ദ ലൂർസ് ഓഫ് ഈസ്റ്റ്? അവിടെ കിഴക്കിന്റെ ലൂർദ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ചർച്ച് ഏതാണ്? ഏതാണ്? വേളാങ്കണ്ണി ചർച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ വിജയനഗര എംപയർ? വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ഏതായിരുന്നു? ഹംപി ആയിരുന്നു അല്ലെ വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ബിൽഡ് ദ ബേക്കൽ ഫോർട്ട് ഇൻ 1650? ആരാണ് 1650 ബേക്കൽ ഫോർട്ട് ബിൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആരായിരുന്നു? അത് ശിവപ്പ നായകയാണ് 1650 ബേക്കൽ ഫോർട്ട് അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, വെർ ഈസ് തുഞ്ചൻ പറമ്പ് ദ ബർത്ത് പ്ലേസ് ഓഫ് ദ ഫാദർ ഓഫ് മലയാളം ലൊക്കേറ്റഡ്? എവിടെയാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എവിടെയാണ് തുഞ്ചൻ പറമ്പ്? മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂരിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളിവിടെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ പഠനം കംപ്ലീറ്റ് ആക്കി ആളുകൾ ഒരു റിവിഷൻ ആയിട്ട് എടുക്കുക. പഠിക്കാൻ തുടങ്ങാത്തവർ ഒരു സമ്മറൈസ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയി എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.